അടുത്ത ആൾക്കാരാണ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചെടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നഴ്സറീസിലൊക്കെ പോകില്ലേ, അവിടെയൊക്കെ ഇഷ്ടംപോലെ ടെറിഡോഫൈറ്റ്സിൽ വരുന്ന പ്ലാന്റ്സിനെ കാണാൻ പറ്റും. നമ്മൾ ഗാർഡനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, വീട്ടിൽ ഗാർഡനൊക്കെ ഉള്ളവരാണെങ്കിൽ മിക്ക ആൾക്കാരും വാങ്ങിച്ച് വെക്കുന്ന ഒരു ചെടിയാണ് ടെറിഡോഫൈറ്റ്സിൽ വരുന്ന ഈ ഫേൺസ് ഒക്കെ. മെഡിസിനൽ ആവശ്യങ്ങൾക്കും അതുപോലെ ഓർണമെന്റൽ ഗാർഡൻസിലൊക്കെ ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ടും പിന്നെ ഈ മണ്ണൊലിപ്പിനൊക്കെ എതിരായിട്ടൊക്കെ നമ്മൾ സോയിൽ ഇറോഷൻ ഒക്കെ ആ ഒരു സ്ഥലത്തൊക്കെ മണ്ണൊക്കെ ഒലിച്ചു പോകാതിരിക്കാനൊക്കെ നമ്മൾ ഈ പ്ലാന്റ്സിന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ ഫേൺസ് എന്ന് പറയുന്നത് ഈ മഴക്കാലത്തൊക്കെയാണ് കൂടുതലും കാണുന്നത്. അത് കൂടാതെ മണൽ പ്രദേശങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഈർപ്പമുള്ള തണുപ്പുള്ള കൂളായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ടെറിഡോഫൈറ്റ്സിനെ കാണാറ്. ഈ പണ്ട് കാലത്തൊക്കെ നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചാൽ അറിയുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളായാലും ചെറുപ്പത്തിലൊക്കെ ചില ചെടികളുടെ ഇല കയ്യിൽ വെച്ചിട്ട് അമർത്തുമ്പോൾ ആ ഇലയുടെ പാട് വരാറില്ലേ, വെള്ള കളർ പൊടി പോലെ വരാറില്ലേ? അത് എന്തുകൊണ്ടാണ്? അത് ഈ ഫേൺസ് ആണ് ശരിക്കും. ആ ഫേൺസിന്റെ സ്പോർസ് ഉണ്ട്. സ്പോർസിൽ ആ വെള്ളപ്പൊടികൾ മൂലമാണ് ആ ഒരു ചെടിയുടെ ഒരു പാറ്റേൺ നമ്മുടെ കയ്യിൽ പതിയുന്നത്. പണ്ട് കാലത്തൊക്കെ അല്ല, പണ്ട് കാലത്തല്ല, അതായത് നമ്മുടെ മൂവീസിലൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴൊക്കെ ഇത്തരം സീൻസ് ഒക്കെ കാണാറുണ്ട്. എനിക്ക് ഏത് മൂവിയിലാണെന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഒരു മൂവി ഇല്ലേ, എന്താ മറ്റേ അല്ലിയാമ്പൽ കടവിളന്നരയ്ക്ക് വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലിയാമ്പൽ കടവിളന്നരയ്ക്ക് വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. ആ മൂവിയിലുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അങ്ങനത്തെ മൂവീസിലൊക്കെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, മിസ് എന്ത് പറഞ്ഞാലും മൂവീസ് ആണല്ലോ പറയുന്നതെന്ന്. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ്, കാരണം എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണല്ലോ മൂവീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പറയുന്നത്. മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് അങ്ങനെ പറയുന്നത്, അല്ലാതെ മിസ്സിന് പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല. അപ്പൊ ആ ഒരു മൂവിയിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഏതൊക്കെയോ മൂവീസിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ മൂവിയുടെ നെയിം ഓർമ്മ കിട്ടുന്നില്ല. ലൗഡ് സ്പീക്കർ അങ്ങനെ എന്തെങ്കിലും ആണോ, എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. അപ്പൊ ആ മൂവിയിൽ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് അറിയില്ല, ഉറപ്പില്ല. അപ്പൊ അങ്ങനത്തെ ഞാനൊക്കെ പണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ അന്നൊന്നും എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഈ വെള്ള കളർ പൊടിയൊക്കെ നമ്മുടെ കയ്യിൽ പറ്റുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് വീട്ടിലെ വല്ല മൈദപ്പൊടിയൊക്കെ എടുത്തിട്ടാണ് കയ്യിൽ അങ്ങനെ അച്ചടിച്ചിരുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. ഇതിലെ മൈദയിലോ അങ്ങനത്തെ വെള്ളപ്പൊടിയിലൊക്കെ മുക്കിയിട്ടാണ് നമ്മുടെ കയ്യിൽ വെള്ള കളർ ആ ഒരു പാറ്റേൺ കിട്ടുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സത്യത്തിൽ അതല്ല. അതിന്റെ സ്പോർസ്, അതിന്റെ ഇലയുടെ അടിയിൽ ഈ വെള്ള കളർ പൊടി കാണാൻ നിങ്ങൾക്ക്, അതിന്റെ സ്പോർസ് ആണ്. അത് ആ സ്പോർസ് കാരണമാണ് നമ്മുടെ കയ്യിൽ ആ ഒരു പാറ്റേൺ കിട്ടുന്നത്. പണ്ടൊക്കെ നമ്മൾ ടാറ്റു അടിക്കുക എന്ന് പറയുന്നത് റിയൽ ടാറ്റു അല്ല, നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു ടാറ്റു അടിക്കൽ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോഴും ചെയ്യുന്നവരുണ്ടാകും, നിങ്ങളൊക്കെ പലരും ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ ഈ ഫേൺസിൽ വരുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ ബ്രയോഫൈറ്റ്സ് ആയിട്ട് ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ, ബ്രയോഫൈറ്റ്സിൽ നമ്മൾ റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. അവർക്ക് ട്രൂ റൂട്ടോ സ്റ്റെമ്മോ ലീവ്സ് ഒന്നും ഇല്ല. പക്ഷെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ട്രൂ റൂട്ടും സ്റ്റെമ്മും ലീഫും ഒക്കെ ഉണ്ട്. പിന്നെ ബ്രയോഫൈറ്റ്സിലാണെങ്കിൽ നോ വാസ്കുലാർ ടിഷ്യൂ ആയിരുന്നു, സൈലം ഫ്ലോയം ആബ്സെന്റ് ആയിരുന്നു. പക്ഷെ ടെറിഡോഫൈറ്റിൽ വന്നിട്ട് വാസ്കുലാർ ടിഷ്യൂ പ്രസന്റ് ആണ്, സൈലം ഫ്ലോയം ഒക്കെ പ്രസന്റ് ആണ്. ഓക്കെ. പിന്നെ നമ്മുടെ ബ്രയോഫൈറ്റ്സിലെ മെയിൻ പ്ലാന്റ് ബോഡിയുടെ പേരെന്തായിരുന്നു? ഗാമിറ്റോഫൈറ്റ് എന്നായിരുന്നു അല്ലേ? ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഹാപ്ലോയിഡ് ആയിരുന്നു, ഒരു സെറ്റ് ക്രോമസോമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ടെറിഡോഫൈറ്റിന്റെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. ആൻഡ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണല്ലേ, അതായത് 2 സെറ്റ് ക്രോമസോം ഉണ്ടാകും. ഇനി ഈ ടെറിഡോഫൈറ്റ്സിൽ തന്നെ ചില സ്പീഷീസിൽ വളരെ ചെറിയ ലീവ്സ് ആയിരിക്കും. അതിനെ നമ്മൾ ചെറുതായതുകൊണ്ട് തന്നെ മൈക്രോഫിൽസ് എന്ന് വിളിക്കുന്നു. ചില സ്പീഷീസിലാണെങ്കിൽ ലാർജ് ലീവ്സ് ഒക്കെ കാണാറുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ മെഗാസ്പോറോഫിൽ എന്ന് വിളിക്കും. മെഗാസ്പോറോഫിൽ അല്ല, സോറി, മാക്രോഫിൽ എന്ന് വിളിക്കുന്നു. അപ്പൊ മൈക്രോഫില്ലും മാക്രോഫില്ലും, ചെറിയ ലീവ്സ് ഉള്ളവരെ മൈക്രോഫിൽ എന്നും വലിയ ലീവ്സ് ഉള്ളവരെ മാക്രോഫിൽസ് എന്നും വിളിക്കും. ഇപ്പൊ ഫേൺസിലൊക്കെ മാക്രോഫില്ലാണ്. ഓക്കെ. ഇനി സ്പൊറാഞ്ചിയല്ല, നമ്മുടെ റീപ്രൊഡക്ഷന്
ടെറിഡോഫൈറ്റ്സിൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു സ്ട്രക്ചറിന്റെ പേരാണ് സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ആളുടെ പേരെന്താണ്? സ്പൊറാഞ്ചിയ. നമ്മൾ ഈ ടെറിഡോഫൈറ്റ്സിൽ സ്പോർസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സ്പോർസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സ്പൊറാഞ്ചിയ എന്ന് പറയുന്ന ടേം പഠിക്കാം. അപ്പോൾ ടെറിഡോഫൈറ്റ്സിൽ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളുടെ പേരെന്താണ്? സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയയ്ക്ക് ചുറ്റും ലീഫ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് സ്പോറോഫിൽ എന്നത്. അപ്പൊ സത്യത്തില് നമ്മുടെ സ്പോറോഫിലിന്റെ ഉള്ളിലായിട്ടാണ് ഈ സ്പൊറാഞ്ചിയനെ കാണുന്നത്. ഈ സ്പൊറാഞ്ചിയ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? നമ്മുടെ സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്പൊറാഞ്ചി എങ്ങനെ ഇരിക്കുകയാണ് നടുക്ക്, അതിന് ചുറ്റും ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള സ്പോറോഫിൽസുകൾ ഉണ്ട്. അപ്പോൾ സ്പോറോഫിലിന്റെ ഉള്ളിൽ നല്ല ഭംഗിയിൽ സ്പൊറാഞ്ചിയ ഇരിക്കുകയാണ്. ഈ സ്പൊറാഞ്ചിയ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്പോർസിന് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നാൽ മാത്രമേ അവിടെ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പൊ സ്പോർസ് എന്ത് ചെയ്യുന്നു? ഈ സ്പൊറാഞ്ചിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് നിലത്തേക്ക് വീഴുന്നു. നിലത്ത് വീണിട്ട് അവരെന്ത് ചെയ്യുന്നു? ജെർമിനേറ്റ് ചെയ്തിട്ട് പ്രോതാലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. ഈ പ്രോതാലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ താലസ് എങ്ങനെയാണ്? താലസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ലീഫ് ലൈക്ക് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് ഈ താലസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോതാലസും അങ്ങനത്തെ ഒരു എന്താണ് മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ആണ് ഈ പ്രോതാലസ് എന്ന് പറയുന്നത്. താലസ് ആണ്, അത് ആലോചിച്ചാൽ മതി. പിന്നെ ഒരു എന്താണ് ഫോട്ടോസിന്തറ്റിക് ആണ്. ഫോട്ടോസിന്തസിസ് അതായത് റീപ്രൊഡക്ഷൻ അല്ല, നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ കഴിവുള്ള ആൾക്കാരാണ് ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ. ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ പ്രോതാലസ് പിന്നീട് ആരായിട്ട് മാറുന്നു? നമ്മുടെ പ്രോതാലസ് ഗാമിറ്റോഫൈറ്റിക് ആയിട്ട് മാറുന്നു. ഗാമിറ്റോ ഇത്രയും നേരം എന്ത് ബോഡി ആയിരുന്നു പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്? സ്പോറോഫൈറ്റിക് ആയിരുന്നു. ഇപ്പൊ പ്ലാന്റ് ബോഡി എന്തായിട്ട് മാറുന്നു? ഗാമിറ്റോഫൈറ്റിക് ആയിട്ട് മാറുന്നു. അതായത് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എത്ര സെറ്റ് ക്രോമസോം ആണ്? 1 സെറ്റ് ക്രോമസോം അല്ലേ? ഇനി നമ്മുടെ ഈ ഒരു ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ മെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്. അതിന്റെ ഒക്കെ പേരെന്തായിരുന്നു മക്കളെ? നമ്മൾ ബ്രയോഫൈറ്റ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? ആന്ത്രോസോയിഡ്സ് അല്ലേ? ആന്ത്രോസോയിഡ്സ് ആണ് നമ്മുടെ മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ആന്തറീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റ്സിന്റെ പേരാണ് ആന്ത്രോസോയിഡ്സ്. അതേപോലെ ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേരാണ് ആർക്കിഗോണിയം. ആർക്കിഗോണിയം എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ മെയിൽ ഗാമീറ്റ്സിന് ഫീമെയിൽ ഗാമീറ്റ്സിന്റെ അവിടേക്ക് എത്തണം, എങ്കിലേ അവിടെ എന്ത് നടക്കുള്ളൂ? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. നമ്മുടെ ബ്രയോഫൈറ്റ്സിൽ മെയിൽ ഗാമീറ്റ്സിനെ ഫീമെയിൽ ഗാമീറ്റ്സിന്റെ അവിടേക്ക് എത്തിക്കാൻ സഹായിച്ചത് ആരായിരുന്നു? വാട്ടർ ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ വാട്ടർ ഈസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നൊരു പേരിട്ടത്. അതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ ആന്ത്രോസോയിഡ്സിനെ എഗ്ഗിന്റെ അവിടേക്ക് എത്തിക്കുന്നത് വാട്ടർ ആണ്. ആൻഡ് അവിടെ വെച്ചത് രണ്ടും നമ്മുടെ മെയിൽ ഗാമിറ്റ് ആൻഡ് ഫീമെയിൽ ഗാമിറ്റ് ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. ദെൻ സൈഗോട്ട് ലേറ്റർ ഡെവലപ്സ് ഇൻ ടു സ്പോറോഫൈറ്റ്. അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ടെറിഡോഫൈറ്റ്സിൽ വരുന്നത്. ഇനി അടുത്ത ആൾക്കാരാണ് ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. ജിംനോ എന്ന് ഉദ്ദേശിക്കുന്നത് നെയ്ക്കഡ്. സ്പേമ മീൻസ് സീഡ്സ്. നെയ്ക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നാണ് ജിംനോസ്പേംസിനെ പറയാം. സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ, ഇപ്പോൾ മാംഗോ കഴിക്കുമ്പോൾ മാംഗോന്റെ ഫ്രൂട്ടിന്റെ ഉള്ളിലാണല്ലേ സീഡ്. അപ്പൊ സീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒവ്യൂൾ ആണ് സീഡായിട്ട് മാറുന്നത്, ഓവറിയാണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒവ്യൂളിന് ചുറ്റും ഓവറിയുടെ ഒരു കവറിങ് ഉണ്ട്, അതായത് സീഡിന് ചുറ്റും ഫ്രൂട്ടിന്റെ ഒരു ലെയർ ഉണ്ട്. പക്ഷേ ജിംനോസ്പേമിന്റെ കേസിലാണെങ്കിൽ ഇവരുടെ സീഡ് എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഇവർക്ക് ചുറ്റും ഫ്രൂട്ടിന്റെ ഒരു പ്രൊട്ടക്ഷൻ, അതായത് ഓവറിയുടെ ഒരു ലെയറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ സാധാരണ ഈ സീഡിനെ ഓവറിയുടെ ഉള്ളിൽ കാണുന്നത് ആൻജിയോസ്പേംസിന്റെ കേസിലാണ്. പക്ഷെ ജിംനോസ്പേംസിൽ നെയ്ക്കഡ് സീഡഡ് പ്ലാന്റ് ആണ് അല്ലേ? അതായത് നമുക്കൊരു സീഡിനെ നെയ്ക്കഡ് ആയിട്ട് കാണാൻ പറ്റുന്നു. ഒരു ഫ്രൂട്ടിന്റെ ഉള്ളിൽ പോയിട്ട് തപ്പി തിരഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് തന്നെ ഒരു ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സീഡ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കോണിനെ നമുക്ക് നെയ്ക്കഡ് ആയിട്ട് അവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു. അതാണ് ജിംനോസ്പേംസിന്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രീ ആയിട്ടുള്ള സെക്വേയ, അതൊക്കെ ഈ ഒരു ജിംനോസ്പേംസിൽ വരുന്നതാണ്. ഈ ജിംനോസ്പേംസ് ഫ്രൂട്ട്സിനൊന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല, സീഡിനെ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവർക്ക് സൈലം ഒക്കെ പ്രസന്റ് ആണ്. പക്ഷെ ട്രക്കീഡ്സ് ഒന്നും ഉണ്ടാവില്ല, ട്രക്കീഡ് ആബ്സെന്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു സീഡിന് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഒന്നും കാണുന്നില്ല. പിന്നെ ജിംനോസ്പേംസിൽ വരുന്ന ആൾക്കാർ പൈൻ മരങ്ങൾ,
സൈക്കസ്, സെക്വേയ, അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും ഒക്കെ പറഞ്ഞപ്പോൾ ചെറിയ ചെറിയ സൈസുള്ള ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചതല്ലേ. പക്ഷെ ജിംനോസ്പേംസിലേക്ക് വരുമ്പോൾ വലിയ വലിയ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ട്രീ വരെ ഇതിൽ വരുന്നുണ്ട് ജിംനോസ്പേംസിൽ. ഇപ്പോൾ ഷ്രബ്സ് മുതൽ ലോങ് ട്രീസ് വരെ വരുന്നുണ്ട്. അതുപോലെ മിഡിൽ സൈസ്ഡ് ആയിട്ടുള്ള, മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ട്രീ അടക്കം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു വാസ്റ്റ് വെറൈറ്റി ആൾക്കാർ ഈ ജിംനോസ്പേംസിൽ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻജിയോസ്പേംസ് ആണ്. ആൻജിയോസ്പേംസ് എന്ന് പറയുമ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ആൻജിയോസ്പേംസിൽ പറയുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഫ്ലവർ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെയാണ് ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. ഇവിടെ സൈലം പ്രസന്റ് ആണ്, ട്രക്കീഡ്സ് ഒക്കെ പ്രസന്റ് ആണ്. പക്ഷെ നമ്മൾ ജിംനോസ്പേംസിൽ സൈലം പ്രസന്റ് ആണ്, പക്ഷെ ട്രക്കീഡ്സ് ആബ്സെന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ആൻജിയോസ്പേംസിന്റെ കേസിലാണെങ്കിൽ ഫ്രൂട്ടിന്റെ ഉള്ളിൽ, അതായത് ഓവറിയുടെ ഉള്ളിലായിട്ട് നമുക്ക് ഒവ്യൂൾ, സീഡിനെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ജിംനോസ്പേംസിൽ എങ്ങനെയായിരുന്നു? നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലെ. ഓവറി എന്നൊന്നും അതിൽ, ഓവറി അല്ലെങ്കിൽ ഫ്രൂട്ട് ഒക്കെ അവിടെ ആബ്സെന്റ് ആയിരുന്നു. പകരം നേക്കഡ് ആയിട്ടുള്ള സീഡിനെയാണ് നമ്മൾ ആൻജിയോസ്പേംസിൽ കാണുന്നത്. അപ്പോൾ ആൻജിയോസ്പേംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ആൻജിയോസ്പേംസ്. ഇനി നമ്മുടെ ആൻജിയോസ്പേംസ് അഥവാ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് കുറേ കാറ്റഗറി, കുറേ ഫാമിലീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്ലാന്റ്സിന്റെയും ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഡിഫറെന്റ് ഫാമിലീസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. മെയിൻ ആയിട്ട് 4 ഫാമിലീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫാബേസിയെ എന്ന് പറയുന്ന ഫാമിലി, അല്ലെങ്കിൽ പാപ്ലിയോണേസിയെ എന്നും കൂടി പറയും. ദെൻ മാൽവേസിയെ, ലില്ലിയേസിയെ, പൊയേസിയെ. ഈ 4 ഫാമിലീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഫാമിലിയാണ് ഫാബേസിയെ. ഫാബേസിയ എന്ന് പറയുമ്പോൾ ഈ പയറ് ചെടിയൊക്കെ ഇല്ലേ, പയറ് വിഭാഗത്തിൽ വരുന്ന പീ ഫാമിലി, പീസ് ഒക്കെ വരുന്നത് നമ്മുടെ ഫാബേസിയയിലാണ്. അതായത് ഹെർബ്സ് ആണ് കൂടുതലും വരുന്നത്. പക്ഷെ ചില കേസിലൊക്കെ ട്രീസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഹെർബ്സ് ആണ്. ഏറ്റവും ചെറിയ ആൾക്കാരാണ് ഈ ഒരു ഫാബേസിയയിൽ വരുന്നത്. ഇനി ഇവന്റെ ഫ്ലവേഴ്സ്, ഫാബേസിയ എന്ന് പറയുന്ന ഫാമിലിയിലെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് സൈഗോമോർഫിക് ആണ്. സൈഗോമോർഫിക് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവർ, ഫാബേസിയ വിഭാഗത്തിൽ വരുന്ന, ഫാബേസിയ ഫാമിലിയിൽ വരുന്ന ഫ്ലവറിനെ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് മുറിക്കാൻ പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാബേസിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ പീസിനെ ആലോചിക്കുക, നമ്മുടെ പയർ ചെടീനൊക്കെ ആലോചിക്കുക. ഇനി നെക്സ്റ്റ് ഫാമിലിയാണ് മാൽവേസിയ. നമ്മുടെ ചെമ്പരത്തി, ഷൂ ഫ്ലവർ ഒക്കെ വരുന്നത്, ഹിബിസ്കസ് വരുന്നത് മാൽവേസിയ ഫാമിലിയിലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്ലവർ, മാൽവേസിയ ഫാമിലിയിൽ വരുന്ന ഫ്ലവർ എന്ന് പറയുന്നത് ആക്ടിനോമോർഫിക് ആണ്. പക്ഷെ നമ്മൾ ഫാബേസിയയിൽ എന്താണ് പറഞ്ഞത്? സൈഗോമോർഫിക് ആണ്. സൈഗോമോർഫിക് എന്ന് പറയുമ്പോൾ ഒരു സൈഡിലൂടെ മാത്രം നമുക്ക് ഈക്വൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലവറിന്റെ ഏത് സൈഡിലൂടെ മുറിച്ചാലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. പക്ഷെ സൈഗോമോർഫിക്കിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒരു സൈഡിലൂടെ മാത്രം മുറിക്കാനേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ 2 ഈക്വൽ ഹാഫ് കിട്ടുള്ളൂ. പക്ഷെ ആക്ടിനോമോർഫിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സൈഡിലൂടെ മുറിച്ചാലും ഈക്വൽ ഹാഫ്സ് കിട്ടും. അപ്പൊ അതാണ് മാൽവേസിയയുടെ പ്രത്യേകത. പിന്നെ ഇതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ രൂപത്തിലായിരിക്കും കാണുന്നുണ്ടാകുക. അതും മാൽവേസിയയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവരുടെ സ്റ്റാമൻ എന്ന് പറയുന്നത് കുറേ അധികം സ്റ്റാമൻസ് ഉണ്ടാകും. നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റാത്ത അത്രയും സ്റ്റാമൻസ് ഇവരിൽ പ്രസന്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെയാണ് മാൽവേസി എന്ന് പറയുന്ന ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്. ഇനി ലില്ലിയേസിയ ഫാമിലിയിൽ വന്നിട്ട് നമ്മുടെ ട്യൂലിപ്പ്, നല്ല ഭംഗിയുള്ള ട്യൂലിപ്പ് ചെടികൾ, ലില്ലി ചെടികൾ, പിന്നെ ഒണിയൻ, അതേപോലെ തന്നെ ശതാവരി, ലെസ്പെരാഗസ്, അതൊക്കെയാണ് ഈ ഒരു ലില്ലിയേസിയയിൽ വരുന്നത്. ഇതൊരു ഹെർബ്സ് ആണ് ഈ ലില്ലിയേസിയയിൽ മെജോറിറ്റി വരുന്നത്. ലീവ്സ് ഒക്കെ ഫ്ലഷി ലീവ്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒണിയന്റെ ലീഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫ്ലഷി അല്ലേ. അപ്പൊ അതേപോലത്തെ ഫ്ലഷി ലീവ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആക്ടിനോമോർഫിക് ആണ്. ആക്ടിനോമോർഫിക് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് സൈഡിലൂടെയും കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ്സ് ആയിരിക്കും. അപ്പൊ അതാണ് ലില്ലിയേസിയ. നെക്സ്റ്റ് ഫാമിലി ഈസ് പൊയേസിയ. അതായത് നമ്മുടെ പുൽച്ചെടികൾ വരുന്നത് മെജോറിറ്റി ഈ ഒരു പൊയേസിയയിലാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്നത് തന്നെ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്? റൈസ്, വീറ്റ്, മെയ്സ് എല്ലാം നമ്മൾ കഴിക്കുന്നതല്ലേ. അരി, നെല്ല്, ഗോതമ്പ്, ചോളമൊക്കെ, അതേപോലെ ബാർലി, ഷുഗർ കെയിൻ, ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണ്. നമുക്ക് കണ്ടുപരിചയം ഉള്ള ആൾക്കാരാണ്. അതൊക്കെ വരുന്നത് ഈ ഒരു പൊയേസി എന്ന് പറയുന്ന ഫാമിലിയിലാണ്. അപ്പോൾ ഇവർ എങ്ങനെയുള്ള ആൾക്കാരാണ്? ഹെർബ്സ് ആണ്.
പിന്നെ ഷുഗർ കെയിൻ ഒക്കെയാണ് വുഡി ആയിട്ട് വരുന്നത്. ബാക്കി അത് റെയർ കേസ് ആണ്. ബാക്കി എല്ലാവരും ഹെർബ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പൊയേസിയയിൽ വരുന്നത്. പിന്നെ ഈ പൊയേസിയയിൽ വരുന്ന പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്മോൾ ആയിരിക്കും. അപ്പൊ അതൊക്കെയാണ് പൊയേസിയയുടെ പ്രത്യേകതകൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് കിങ്ഡം പ്ലാന്റ് ആണ്. ഇനി ഇത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ ആണ്. സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ കിങ്ഡം എനിമാലി എന്താണെന്ന് നോക്കും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.